താമരക്കുളം നെടിയാണിക്കൽ ദേവീക്ഷേത്രത്തിൽ സപ്താഹജ്ഞാന യജ്ഞത്തിന് തുടക്കമായി. 8-ന് സമാപിക്കും. കാവാലം രതീഷ് ചന്ദ്രനാണ് യജ്ഞാചാര്യൻ. താമരക്കുളം നെടിയാണിക്കൽ ദേവീക്ഷേത്രത്തിലെ സപ്താഹജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. ഇതോടനുബന്ധിച്ച് വിഗ്രഹ ഘോഷയാത്രയും ഭദ്രദീപ പ്രകാശനവും നടത്തി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വിഗ്രഹ ഘോഷയാത്ര താമരക്കുളം ആൽത്തറയിലും ചാവടി ആൽത്തറയിലും പ്രദക്ഷിണം നടത്തി. തുടർന്ന് യജ്ഞശാലയിലെത്തി. ക്ഷേത്രത്തിൽ ദീപാരാധനയും നടത്തി. 8-ന് അപവൃത സ്നാന ഘോഷയാത്രയോടെയാണ് യജ്ഞം സമാപിക്കുന്നത്. കാവാലം രതീഷ് ചന്ദ്രനാണ് യജ്ഞാചാര്യൻ. പ്രസാദമൂട്ട്, കുത്തിയോട്ട ചുവടുംപാട്ടും, പടയണി, രുക്മിണി സ്വയംവരം, കുചേല സത്കതി തുടങ്ങിയവയും നടത്തും. നിത്യസത്യമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ രണ്ടായും അധികമായും ഒക്കെ കാണുന്നത് ജ്ഞാനമില്ലാത്ത ശുദ്ധമായ ആധ്യാത്മിക ജ്ഞാനം നമുക്ക് വന്നു കഴിയുമ്പോൾ സനാതനമായിരിക്കുന്ന അദ്വൈത സത്യത്തെ ബോധ്യപ്പെടും. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഒന്നേ ഉള്ളൂ, ഈശാവാസ്യമിതം സർവം ഖലിതം ബ്രഹ്മ. ഈ സർവചരാചരങ്ങളിലും അന്തരാമിയായിരിക്കുന്നത് ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ്. അത് തന്നെയാണ് എൻ്റെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന ഭാവത്തിൽ വരിക, വേറെ ഒന്നുമില്ല. അതായത് പറഞ്ഞത് പത്മാദി പുരാണങ്ങളൊക്കെയും നന്ന് എങ്കിലും ആത്മതത്വത്തെ ഇറങ്ങിയിടുവാൻ ഇടയുന്നുണ്ട്. ആത്മതത്വ പ്രകരണമാണ്. നമ്മൾ ആരാണെന്ന് നമ്മളോട് തന്നെ ചോദിച്ചാൽ, ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം നമുക്ക് തരലാണ് ഭാഗവതം. സ്വരൂപേണ വ്യവസ്ഥിതി എന്ന് പറയും. ദശലക്ഷണങ്ങളിൽ 10ാമത്തെ ലക്ഷണത്തിന് ഭാഗവതം പറയും. എന്ന് പറയും, ഭേദബുദ്ധി ഇല്ലാതാവുകയും സ്വരൂപേണ വ്യവസ്ഥിതി, സ്വന്തം സ്വരൂപത്തെ ബോധ്യപ്പെടലാണ് മുക്തി. മഹേഷ് മലരിമേൽ, മധുസൂദനൻ നായർ, സുഭാഷ്, സുനിത, രാജേഷ്, സന്ദീപ്, ഗിരീഷ്, സന്തോഷ്, പത്മകുമാരി, കൃഷ്ണമോഹൻ, സന്തോഷ് കുമാർ, കണ്ണപ്പൻ, ഇന്ദുരാജ തുടങ്ങിയവർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.